സമയത്ത് ഓടിപ്പോയി ശബരിമലയിൽ പ്രാർത്ഥിച്ച മോഹൻലാൽ അല്ലേ എന്ന് പലരും കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യണം? നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുന്നു. ആ ബുദ്ധിമുട്ട് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും അല്ലേ? ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ കാര്യങ്ങൾ ഉള്ളതാണോ, വാസ്തവമാണോ, അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണോ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. അങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് നടന്നിരിക്കുന്നത് കള്ളത്തരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കാൻ എല്ലാ യോഗ്യതയുമുള്ളൊരു വ്യക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അതിനെതിരെ ഒന്നും മിണ്ടാതെ ആ തൻ്റെ മുൻപിൽ കണ്ട കൊള്ളരുതായ്മകൾ കണ്ണടച്ചുകൊണ്ട് എല്ലാം വെറുതെ വിട്ട് കളഞ്ഞ മോഹൻലാലിനെ നമ്മൾ എന്ത് പറയണം? അതുകൊണ്ട് തന്നെയാണ് ഞാൻ മോഹൻലാൽ ഈ സംഖ്യകളോടൊപ്പം ചേർന്നു എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചത്. നമുക്കറിയാം, മോഹൻലാലിനെ കൊണ്ട് ഈ പറയുന്ന അവാർഡ് കൊടുക്കുകയും മോഹൻലാലിനെ കൊണ്ട് പല സ്ഥലങ്ങളിൽ കറങ്ങാൻ പോവുകയും അവിടെ എല്ലാം പോയി വീഡിയോസൊക്കെ ഇട്ടത് ആരാണെന്ന് നമ്മൾ കണ്ടതാണ്. അതെല്ലാം സംഖ്യകളുടെ ഒരു കൂട്ടമായിരുന്നു. സംഖ്യകൾ മോഹൻലാലിനെ വലിയ രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് മോഹൻലാലിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് അതോടൊപ്പം തന്നെ നൈസായിട്ട് മോഹൻലാലിനെ കൊണ്ട് അവാർഡ് കൊടുക്കുന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ, അല്ലെങ്കിൽ ആ ഒരു ദിവസം തന്നെ മമ്മൂട്ടിക്ക്